ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എജു കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +1 അക്കൗണ്ടൻസിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ +1 അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിലെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത സെക്ഷൻസ് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതിൻ്റെ പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബേസിക് അക്കൗണ്ടിങ് ടേംസുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, സിമ്പിളായിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടിങ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതൊക്കെ മനസ്സിലായാൽ തന്നെ തുടർന്ന് വരുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വേഗത്തിൽ കവർ ചെയ്യാനും കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ എക്സാമ്പിളിലൂടെ ഒക്കെ പഠിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ആ വീഡിയോസ് തീർച്ചയായും പോയി കാണാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് ഈ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്? നമ്മൾ അക്കൗണ്ടിങ്ങിലെ ടേംസൊക്കെ പഠിച്ചു. അസറ്റ്സ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇങ്ങനെ 14-15ഓളം നമ്മൾ ടേംസുകൾ പഠിച്ചു. ഇത്തരത്തിലുള്ള ഈ ടേംസുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അക്കൗണ്ടിങ് വർക്കിലേക്ക് കിടക്കുമ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു ബിസി ആയിട്ടുള്ളതാണല്ലേ, ഏത് നേരം ഓരോരോ ആക്ടിവിറ്റീസിൽ ബിസിനസ്സിൽ നടന്നുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യും? മോണിറ്ററി ആയിട്ടുള്ള ഈ ട്രാൻസാക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കും. ട്രാൻസാക്ഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഏത് നേച്ചറിലാണ് നമ്മൾ തിരിച്ചറിയും. അതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും, സമ്മറൈസ് ചെയ്യും, ലാസ്റ്റ് ഒരു റിസൾട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതാണ് അക്കൗണ്ടിങ് പ്രോസസ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് വർക്ക് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഈ ട്രാൻസാക്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും ഓരോ ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഓരോ ബിസിനസ്സും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനത്തെ ഒരു രീതിയിൽ റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു യൂണിഫോമിറ്റി ഇല്ല. അതേപോലെ തന്നെ നമുക്ക് അക്കൗണ്ടിങ്ങിന് വേണ്ട ക്വാളിറ്റീസ് ഉണ്ട് അല്ലേ, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ അതിൽ റിലയബിലിറ്റി ഉണ്ടാവില്ല, അണ്ടർസ്റ്റാൻഡബിലിറ്റി ഉണ്ടാവില്ല, ഒരുപാട് തെറ്റുകളൊക്കെ അതിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ ഓർഗനൈസേഷനും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി സാധിക്കില്ല. ഈ അക്കൗണ്ടിങ്ങിലെ ഓരോ ഐറ്റംസും ഓരോ എലമെൻറ്റ്സും നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അസറ്റ് നമ്മൾ എവിടെ എഴുതണം, അതിൽ എന്തൊക്കെ ഐറ്റംസാണ് വരിക, ഈ ഒരു സിറ്റുവേഷനിൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ തിയറീസും ഉണ്ട്. അതിൻ്റെ ബാക്കിലൊക്കെ ഓരോ തിയറി, ഓരോ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 30 അല്ലെങ്കിൽ 40 പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഇന്ന് കുറച്ച് പ്രിൻസിപ്പിൾസാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഗ്യാപ്പ് എന്താണെന്നാണ്. ഗ്യാപ്പിൻ്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഈ ഗ്യാപ്പിൻ്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക. എന്താണ് ഗ്യാപ്പ് എന്ന് നോക്കാം. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് റെഫേഴ്സ് ടു ദി റൂൾസ് ഓർ ഗൈഡ് ലൈൻസ് അഡോപ്റ്റഡ് ഫോർ റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസ്സിലെ ട്രാൻസാക്ഷൻ നമ്മൾക്കറിയാം, ഒരു ബിസിനസ്സിൽ ഡേ ടു ഡേ നിരവധി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടക്കും. ഈ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസിൽ മോണിറ്ററി ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, ഇങ്ങനെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇതിലൊക്കെ അതിൻ്റെയൊക്കെ പിന്നിൽ വരുന്ന കുറച്ച് റൂൾസും ഗൈഡ് ലൈൻസും അടങ്ങുന്നതാണ് ഗ്യാപ്പ് എന്ന് പറഞ്ഞത്. കുറച്ച് റൂൾസും ഗൈഡ് ലൈൻസും പ്രിൻസിപ്പിൾസൊക്കെ അടങ്ങുന്നതാണ് ഗ്യാപ്പ്. എന്തിനു വേണ്ടിയിട്ട്? അക്കൗണ്ടിങ് ഐഡൻറ്റിഫൈ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് റൂൾസും ഗൈഡ് ലൈൻസും പ്രിൻസിപ്പിൾസൊക്കെ അടങ്ങുന്നതാണ്. ഇൻ ഓർഡർ ടു ബ്രിങ് യൂണിഫോമിറ്റി ഇൻ ദ പ്രിപ്പറേഷൻ ആൻഡ് ദ പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഓരോ ബിസിനസ്സും അവർക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു യൂണിഫോമിറ്റി ഇല്ലേ, നമുക്കത് കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? ഇല്ലേ, നമ്മൾ കുറച്ച് കമ്പയർ ചെയ്യണം, നമുക്കത് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം പറഞ്ഞു. അങ്ങനെ കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ട് ഓർഗനൈസേഷൻസ് അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു യൂണിഫോം ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ പറയും. ആ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് പോയാൽ മാത്രമേ നമുക്കത് കമ്പയർ ചെയ്യാനും മനസ്സിലാക്കാനും റിലയബിളൊക്കെ ആയി മാറുള്ളൂ. അപ്പോൾ യൂണിഫോമിറ്റി കൊണ്ടുവരാനും പ്രിപ്പറേഷൻസിലും പ്രസൻറ്റേഷൻസിലും യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് തിയറീസ് നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കി വയ്ക്കുന്നത്.
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. ദീസ് പ്രിൻസിപ്പിൾസ് ആർ ആൾസോ റെഫേർഡ് ആസ് കോൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ്. ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് നമ്മൾ കോൺസെപ്റ്റ്സ് എന്നും അല്ലെങ്കിൽ കൺവെൻഷൻസ് എന്നാണ് പറയുക. അപ്പോൾ എന്താണ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് വർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും അങ്ങനെ അക്കൗണ്ടിങ് വർക്കിനൊരു യൂണിഫോമിറ്റി, അതിൻ്റെ പ്രിപ്പറേഷൻസിനും പ്രസൻറ്റേഷൻസിനൊക്കെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ റൂൾസ്, ഗൈഡ് ലൈൻസ്, ഇതിനെ നമ്മൾ ഗ്യാപ്പ് എന്ന് പറയാം. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. ഇത് എന്തും പറയും, കോൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഗ്യാപ്പ് ആൻഡ് ഫുൾ ഫോം മീനിങ് പഠിച്ചു വയ്ക്കും. ഇനി നമുക്ക് കുറച്ച് പ്രിൻസിപ്പിൾസാണ് പ്രിൻസിപ്പിൾസും സ്റ്റാൻഡേർഡുകളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന് നമ്മൾ പറയും. കുറച്ച് പ്രിൻസിപ്പിൾസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റാണ്. 2 മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. 3 ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. 4 അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. 5 കോസ്റ്റ് കോൺസെപ്റ്റ്. 6 റവന്യൂ റെക്കഗ്നൈസേഷൻ ഓർ റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റ്. ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. കൺസിസ്റ്റൻറ്റ് കോൺസെപ്റ്റ്. കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് കോൺസെപ്റ്റ്. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. ഇത്രയും കോൺസെപ്റ്റുകൾ, ഇത്രയും പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കുറച്ച് പ്രിൻസിപ്പിൾസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യം നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്? നമ്മൾ ബേസിക് അക്കൗണ്ടിങ് ടേംസിൽ ഫസ്റ്റ് ടേമായിട്ട് പഠിച്ചത് എൻറ്റിറ്റി ആയിരുന്നു. എന്താണ് എൻറ്റിറ്റി? നമ്മളപ്പോൾ പഠിച്ചു എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു എക്സിസ്റ്റൻസ്, ലിവിങ് വേൾഡിൽ, റിയൽ വേൾഡിൽ സെപ്പറേറ്റ് ആയിട്ടൊരു എക്സിസ്റ്റൻസ്, ഒരു നിലനിൽപ്പുള്ള എന്തിന് നമ്മൾ എന്ത് പറയും? എൻറ്റിറ്റി എന്ന് പറയും. അതൊരു ഹ്യൂമൻ ബീയിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു മെറ്റീരിയൽ ആയിരിക്കും, ഒരു പ്രോപ്പർട്ടി ആയിരിക്കും. ഇങ്ങനെ ലിവിങ് വേൾഡിൽ ഒരു എക്സിസ്റ്റൻസ് ഉള്ള, ലീഗലും ഫിസിക്കലി എക്സിസ്റ്റൻസ് ഉള്ള ഒരു ഒരു പ്രോപ്പർട്ടി, എന്തിന് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയും. ഇപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ബിസിനസ്സും ബിസിനസ് മാനും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണെന്നാണ് പറയുന്നത്. അതായത് ബിസിനസ് മാനും അതായത് ഓണറും സെപ്പറേറ്റ് ആണ് പറയുന്നത്. ബിസിനസ്സും ബിസിനസ് മാനും റിലേറ്റഡ് ആയിട്ടുള്ള, രണ്ടും ഒന്നല്ല. ബിസിനസ് നമ്മൾ വിചാരിക്കും അല്ലേ, ബിസിനസ്സും ബിസിനസ് മാനും ഒന്നാണ് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കുമ്പോൾ, അക്കൗണ്ടിങ് വർക്കിനെ നമ്മൾ നോക്കി കാണുമ്പോൾ നമ്മൾ എന്താണ് നോക്കുന്നത്? ബിസിനസ്സും ബിസിനസ് മാനും സെപ്പറേറ്റ് ആണ്. ആ രീതിയിലാണ് നമ്മൾ അക്കൗണ്ടിങ്ങിലെ ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ബിസിനസ്സും ബിസിനസ് മാനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആണ്. ബിസിനസ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദിസ് കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ദി എൻറ്റിറ്റി ഓഫ് ദി ബിസിനസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. ബിസിനസ് എന്ന് പറയുന്നത് ഓണറിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എൻറ്റിറ്റിയാണെന്ന് പറയുന്നത്. അതായത് ബിസിനസ് മാനും ബിസിനസ്സും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. ഫോർ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടി നമ്മൾ അങ്ങനെയാണ് ഇതാക്കി. അതായത് ബിസിനസ്സും ബിസിനസ് മാനും സെപ്പറേറ്റ് ആണ്. ദ ബിസിനസ് ഈസ് ട്രീറ്റഡ് എ യൂണിറ്റി ഓർ എൻറ്റിറ്റി സെപ്പറേറ്റ് ഫ്രം ദി പേഴ്സൺ ഹൂ കൺട്രോൾ ഇറ്റ്. കൺട്രോൾ ചെയ്യുന്ന ഓണറിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ്, ഒരു എൻറ്റിറ്റിയാണ് ബിസിനസ്. ദി പേഴ്സണൽ അഫയേഴ്സ് ഓഫ് ദി ഓണർ ഷുഡ് നോട്ട് ബി മിക്സ്ഡ് വിത്ത് ദി അഫയേഴ്സ് ഓഫ് ബിസിനസ്. ഒരു ഓണറുടെ പേഴ്സണലായിട്ടുള്ള മീറ്റിങ്സ് അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങളൊന്നും ബിസിനസ്സിലെ കാര്യങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരരുത്. ബിസിനസ്സിലെ കാര്യങ്ങളായിട്ട് നമ്മൾ കൂട്ടിച്ചേർക്കരുത്. ഓണറുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ അത് ഓണറുടെ മാത്രമാണ്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ഓണറുടെ ബിസിനസ്സിലേക്ക് നമ്മൾ അതിനെ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ ബിസിനസ്സിൻ്റേതായിട്ടുള്ള ഡീലിങ്സ് മാത്രമേ നമ്മൾ കാണിക്കാൻ പാടുള്ളൂ. ഓണറുടെ പേഴ്സൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാൻ പാടില്ല. അതായത് ഓണറും ബിസിനസ് മാനും സെപ്പറേറ്റ് ആണെന്നാണ് പറഞ്ഞത്. ഇതിൽ നമ്മൾ ഓണർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ മണീസ് വർത്തിനുള്ളത് നമ്മൾ ക്യാപിറ്റൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണല്ലോ ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു ലൈബിലിറ്റിയാണ്. ലൈബിലിറ്റി എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഒരു ഒബ്ലിഗേഷനാണ്, കടമയാണ്. അതായത് ഫ്യൂച്ചറിൽ നമ്മൾ വീട്ടേണ്ടതാണ് നമ്മുടെ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് മാന് ഫ്യൂച്ചറിൽ കൊടുക്കേണ്ട ഒന്നാണ് ക്യാപിറ്റൽ. അതായത് ബിസിനസ്സിൻ്റെ ലൈബിലിറ്റിയാണ്
ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ വൈൻഡിങ് അപ്പിൽ അല്ലെങ്കിൽ ബിസിനസ് ക്ലോസ് ചെയ്യാറാകുമ്പോൾ ഈ ബിസിനസ് എന്ത് ചെയ്യും, ഓണർക്ക് ക്യാപിറ്റലും പ്രോഫിറ്റൊക്കെ കൊടുക്കും, ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കും. അപ്പോൾ അതൊരു ഒബ്ലിഗേഷനാണ്, ഒരു ലൈബിലിറ്റിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? ഇവിടെ ബിസിനസ്സും ബിസിനസ്മാനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ്, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യുന്നത്. അതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. സിമ്പിളായി. ഇനി രണ്ടാമത്തെ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റാണ്. ഇതിൽ തന്നെയുണ്ട് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണിത്. ഇതിൽ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ നമ്മൾ വരുന്നത് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ അക്കൗണ്ടിങ്ങിൽ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. നമ്മൾ ട്രാൻസാക്ഷൻസ് എന്ന് പറയും, അതായത് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ നടത്തും. അതിൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് മാത്രം നമ്മൾ അക്കൗണ്ടിങ് വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ദിസ് കോൺസെപ്റ്റ് ഓഫ് മണി മെഷർമെൻറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഹാപ്പനിങ് ഇൻ ആൻ ഓർഗനൈസേഷൻ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ടേംസ് ഓഫ് മണി ആർ ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ മണി ആയിട്ട് നമുക്ക് പണപരമായിട്ട് എഴുതാൻ വേണ്ടി സാധിക്കണം. പണപരമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു എംപ്ലോയീസിന് സാലറി കൊടുത്തു, അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, ഇതൊക്കെ നമുക്ക് മണി ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ? പണമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ മണി മോണിറ്ററി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസാണ് ഇത്ര. ഈ മോണിറ്ററി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ട്രാൻസാക്ഷൻസ്, ഒരു എംപ്ലോയീസ് റിട്ടയർമെൻ്റ് ആയി, അല്ലെങ്കിൽ ഒരു എംപ്ലോയീസിന് മോട്ടിവേഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഒരു എംപ്ലോയീസിൻ്റെ ഹാർഡ് വർക്ക്, ഒരു എംപ്ലോയീസിൻ്റെ ക്വാളിറ്റി, സ്കില്ല്, ഇതൊക്കെ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ആണ് അല്ലേ? നമുക്ക് പണപരമായിട്ട് മണിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കാത്ത തരം കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല. അപ്പോൾ ഒരു എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്ത് നമ്മളത് ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ എഴുതി വെക്കുമോ? ഇല്ല, കാരണം നമുക്കത് പണം റിലേറ്റഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല, മണിയിലേക്ക് നമുക്കതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പം അങ്ങനെ പണപരമായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എന്തിനും നമ്മൾ എന്ത് ചെയ്യും, ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തും. ഇപ്പോൾ എക്സാമ്പിൾ സാലറി കൊടുത്തത്, റെൻറ്റ് കൊടുത്തത്, ഗുഡ്സ് പർച്ചേസ് ചെയ്തത്, സെയിൽ ചെയ്തത്, അപ്പോൾ ഇതൊക്കെ എന്താണ്, സ്റ്റോക്ക്, ഇതൊക്കെ നമുക്ക് പണപരമായി കൺവേർട്ട് ചെയ്യാൻ പറ്റും. പണപരമായി കൺവേർട്ട് ചെയ്യാത്തത് റിട്ടയർമെൻറ്റ്, ഒരു എംപ്ലോയീസിൻ്റെ സ്കില്ല്, അല്ലെങ്കിൽ ഒരു എംപ്ലോയീസിൻ്റെ മോട്ടിവേഷൻ, ഹാർഡ് വർക്ക്, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ വേണ്ടി പറ്റില്ല, പണപരമായി അളക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ പണപരമായി അളക്കാൻ വേണ്ടി കഴിയുന്നത് മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ഇതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. ഇനി മൂന്നാമത്തെ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ നോക്കുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഈ ഹെഡിങ്ങിലെ പേരിൽ തന്നെ ഉണ്ടല്ലേ ഗോയിങ് എന്ന് പറഞ്ഞാൽ എന്താ, പോയിക്കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഗോയിങ് എന്ന് പറയാം. ദിസ് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ബിസിനസ് ഫേം വിൽ കണ്ടിന്യൂ ടു ക്യാരി ഓൺ ഇറ്റ്സ് ആക്ടിവിറ്റീസ് ഫോർ എൻ ഇൻഡിഫൈൻഡ് പീരീഡ് ഓഫ് ടൈം. ദർ ഈസ് നോ ഇൻറ്റൻഷൻ ടു ലിക്വിഡേറ്റ് ദ ബിസിനസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. അപ്പോൾ എന്താണ് പറയുന്നത്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ബിസിനസ് ഫേം വിൽ കണ്ടിന്യൂസ് ടു ക്യാരി ഓൺ ഇറ്റ്സ് ആക്ടിവിറ്റീസ്. ഒരു ബിസിനസ് ഫേം അതിൻ്റെ ആക്ടിവിറ്റീസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. അതായത് ഒരു ബിസിനസ് ഫേം ഓണർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാൾ നിർത്താൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് നിർത്താൻ വേണ്ടിയിട്ടാണ്, ഒരു വർഷം കഴിഞ്ഞ് നിർത്താൻ വേണ്ടി അല്ല. അയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ലോങ് റണ്ണിലേക്ക് ഇതിനെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ബെനിഫിറ്റാക്കി കൊണ്ടുപോകുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഓണർക്ക് ബിസിനസ് സംബന്ധിച്ചുണ്ടായിരിക്കും. അപ്പോൾ ബിസിനസ്സിലെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബിസിനസ്സിൽ ഓരോ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴും അങ്ങനെയാണ്. ബിസിനസ് ഫ്യൂച്ചറിലും ഉണ്ടാകും, ബിസിനസ് ലോങ് റണ്ണിലേക്കുള്ളതാണെന്നുള്ളൊരു അസംഷൻ, ആ ഒരു സങ്കല്പത്തിലാണ് ബിസിനസ് എന്ത് ചെയ്യുന്നത്, ഗുഡ്സ് സാധനങ്ങൾ എന്ത് ചെയ്യുന്നത്, കടത്തിന് വാങ്ങുന്നത്, പർച്ചേസിങ്, ക്രെഡിറ്റ് പർച്ചേസ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഫ്യൂച്ചറിൽ ബിസിനസ്സിന് പൈസ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ബിസിനസ് ഫ്യൂച്ചറിൽ ഉണ്ടാവും, റൺ ചെയ്യും എന്നുള്ളൊരു അസംഷൻസും. അതേപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഡിപ്രിസിയേഷൻ കണക്കാക്കുന്നത്, അസറ്റുകൾ നമ്മൾ തേയ്മാനം ഡിപ്രിസിയേഷൻ കണക്കാക്കും. അപ്പോൾ അതൊക്കെ അതേപോലെ പ്രീപെയ്ഡായി കണക്കാക്കുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് കണക്കാക്കുന്നത്. പ്രീപെയ്ഡ് ആയിട്ട് പറഞ്ഞാൽ പ്രീപെയ്ഡ് മുൻകൂട്ടി അടയ്ക്കുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ അടയ്ക്കാതിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് പെൻഡിങ് ആക്കി വെക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു അസംഷൻസിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് ഓർമ്മ വേണം. ബിസിനസ് ലോങ് റണ്ണിലേക്കുള്ളതാണെന്നുള്ള ഒരു അസംഷൻസാണ്. ബിസിനസ് ഇന്നോ നാളെ കൊണ്ട് അടച്ചു പൂട്ടാനുള്ളതല്ല, അതിൻ്റെ ആക്ടിവിറ്റീസ്, അതിൻ്റെ ഓപ്പറേഷൻസ്, അതിൻ്റെ ബെനിഫിറ്റ് സൊസൈറ്റിയിൽ ലോങ് റണ്ണിലേക്കുള്ളതാണ്. ഒരു ബിസിനസ് സൊസൈറ്റിയിൽ ലോങ് റണ്ണിലേക്ക്
കൊണ്ടുപോകും എന്നുള്ളൊരു അസംഷൻസ് കൊണ്ടാണ് ബിസിനസ് വർക്ക് ചെയ്യുന്നത്. അത് ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഔട്ട്സ്റ്റാൻഡിങ്ങും ക്രെഡിറ്റ് സെയിലും ക്രെഡിറ്റ് പർച്ചേസൊക്കെ ബിസിനസ്സിൽ നടക്കുന്നത്. അതാണ് ഗോയിങ് കൺസേൺ ബിസിനസ്. ഫ്യൂച്ചറിൽ നടക്കുന്നതാണ് ബിസിനസ്, ലോങ് റണ്ണിലേക്കുള്ളതാണെന്നാണ്. ലോങ് റണ്ണിൽ ബിസിനസ് നടന്നു കൊണ്ടുപോകും എന്നുള്ളൊരു അസംഷൻസിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും വയ്ക്കുക. ഇനി അടുത്ത അക്കൗണ്ടിങ് പീരീഡ്, നാലാമത്തെ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റാണ്. എന്താണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്? The period of the interval for which accounts are prepared to note the profit or loss and exactly the financial position of the business is called accounting period. It may be 1 year or 6 months. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് പീരീഡ്? പീരീഡ് പറഞ്ഞ ഒരു കാലയളവാണ് അല്ലേ, സമയത്ത് നമ്മൾ പീരീഡ് എന്ന് പറയും, ഒരു കാലയളവ്, ഒരു ഇൻ്റർവെൽ. അപ്പോൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ്ങിന് ഒരു കാലയളവുണ്ട്. ഒരു ബിസിനസ്സിൽ നമുക്കറിയാം ഒരുപാട് ആക്ടിവിറ്റീസ്, ഒരുപാട് കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, അതൊക്കെ കഴിഞ്ഞ് നമ്മളതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ വർഷത്തിലോ അല്ലെങ്കിൽ 6 monthsൽ നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യണം അല്ലേ. അതിൽ നമ്മളൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണം. അതായത് ഇപ്പോൾ ഇത്രയും നടന്ന ട്രാൻസാക്ഷൻസിൽ ഒരു വർഷമാണെന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷത്തിൽ നമുക്ക് പ്രോഫിറ്റാണോ ലോസാണോ ഉണ്ടായി, ഈ ഒരു വർഷത്തിൽ ബിസിനസ്സിൻ്റെ പൊസിഷൻ എവിടെയാണ്, ബിസിനസ് എവിടെയാണ് നിൽക്കുന്നത്, ബിസിനസ് ബിലോ ആണോ അല്ലെങ്കിൽ ബിസിനസ് ഇപ്പോൾ ഹൈപ്പിലാണോ നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ്മാനും അല്ലെങ്കിൽ ബിസിനസ് യൂസേഴ്സ്, ഡിഫറെൻറ്റ് യൂസേഴ്സിന് അറിയേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ബുക്സ് ഓഫ് അക്കൗണ്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഫൈനൽ അക്കൗണ്ട്സ് എന്നാണ് പറയുക, പ്രോഫിറ്റ് ലോസ്, ബാലൻസ് ഷീറ്റ് ഒക്കെ നമ്മൾ പഠിക്കുക. ഇത്തരത്തിലുള്ള ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുക പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതേപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ അതൊക്കെ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റിൻ്റെ ബേസിലാണ്. ഒരു പീരീഡ്, ഒരു ഇൻ്റർവെൽ നമ്മൾ സെറ്റ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ടുകൾ തയ്യാറാക്കിയിട്ട് നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായെന്നും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻസിനൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. അത് മേ ബി 1 year ആയിരിക്കും, ഓരോ വർഷത്തിൽ നമ്മൾ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ 6 months കൂടുമ്പോൾ നമ്മൾ ചെയ്യും. ഓരോ വർഷം നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ 6 monthsൽ നമ്മൾ എന്ത് ചെയ്യും, ആ മാസം ഉണ്ടായ 6 months ആണെങ്കിൽ ആ 6 മാസത്തിലുണ്ടായ ട്രാൻസാക്ഷൻസ് നമ്മൾ വെച്ചുകൊണ്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് ഒരു കൺക്ലൂഷൻ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മൾ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ 1 year ആണെങ്കിൽ ആ 1 yearൻ്റെ ഉള്ള ട്രാൻസാക്ഷൻസ് കൺസിഡർ ചെയ്ത് നമ്മൾ ഉണ്ടാക്കും. ഇത് 1 year എന്ന് പറയുമ്പോൾ April 2 ഡേറ്റ് ഉണ്ട്. 2 ഡേറ്റ് നിങ്ങൾ ഓർത്തിരിക്കണം. ഞാൻ ഇതിൽ നോട്ട് ചെയ്യാൻ വേണ്ടി വിട്ടുപോയി. അപ്പോൾ ഈ 2 ഡേറ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക, ബുക്സിൽ ഒന്ന് നോട്ട് ചെയ്യുക. ഒന്ന് April 1 to March 31. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഒരു വർഷം എന്ന് പറയുന്നത്, അതൊരു ഡേറ്റ്. രണ്ടാമത്തെ പറഞ്ഞാൽ January 1 to December 31. ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ, അതൊരു ഡേറ്റ്. അല്ലെങ്കിൽ April 1 to March 31, മാർച്ച് 31 വരെ. ഇതാണ് 1 yearൽ 2 ഡേറ്റ്. ഈ 2 ഡേറ്റ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ 6 monthsന് നമ്മൾ അങ്ങനെ 1 yearനോ അല്ലെങ്കിൽ 6 monthsന് നമ്മൾ ഇൻ്റർവെൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ഉണ്ടാക്കും. ഇത് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ബിസിനസ്സിലെ കാര്യങ്ങൾ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഒക്കെ തീരുമാനിക്കുക. അപ്പോൾ ഇത് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അടുത്ത നമ്മൾ നോക്കുന്ന റവന്യൂ റെക്കഗ്നൈസേഷൻ ഓർ റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റ്. ഈ ഹെഡിങ്ങിൽ തന്നെ ഉണ്ടല്ലേ, റവന്യൂ റെക്കഗ്നൈസേഷൻ കോൺസെപ്റ്റ് അല്ലെങ്കിൽ റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റ്. ദിസ് കോൺസെപ്റ്റ് ഡീൽസ് വിത്ത് ദി പോയിൻ്റ് ഓഫ് ടൈം അറ്റ് വിച്ച് ദി റവന്യൂ ഈസ് ഏൺഡ് ആൻഡ് പീരീഡ് ഇൻ വിച്ച് ദി റവന്യൂ ഈസ് ടു ബി റെക്കോർഡഡ്. അപ്പോൾ നമ്മൾ റവന്യൂ ഏൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് റവന്യൂ കിട്ടുന്ന സമയത്താണ് നമ്മൾ എന്ത് വയ്ക്കേണ്ടത്, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കിട്ടിയ റവന്യൂ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ് ഇപ്പോൾ ഫ്യൂച്ചറിൽ, ഭാവിയിൽ നമുക്ക് ബിസിനസ് റൺ ചെയ്ത് പോകുമ്പോൾ ഇത്ര റവന്യൂ കിട്ടും, അല്ലെങ്കിൽ ഇത്ര റവന്യൂ മീൻസ് ഇത്ര സെയിൽ നടക്കും, ഇപ്പോൾ 35,000 രൂപയുടെ സെയിൽ നമുക്ക് നടക്കും എന്നുള്ളൊരു അസംഷൻസ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ എഴുതി വയ്ക്കുക. അങ്ങനെ എഴുതി വയ്ക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ എഴുതി വയ്ക്കാൻ പറ്റില്ല. കാരണം നമുക്കൊരു ഉറപ്പില്ല, നമ്മൾ ആ ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല, അപ്പോൾ റിയലൈസ് ആയിട്ടില്ല, മണി അവിടെ കിട്ടും നമുക്ക് അറിയില്ല, ഒരു അസംഷൻ മാത്രമാണ്. അപ്പോൾ അവിടെ റവന്യൂ അവിടെ റിയലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതായത് ഫ്യൂച്ചറിൽ നമുക്കിപ്പോൾ ഇത്ര സെയിൽ നടക്കും
അല്ലെങ്കിൽ ഇത്ര സെയിൽ നടക്കില്ല പറഞ്ഞാൽ നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ കൂട്ടി എഴുതാനോ കുറച്ച് റെക്കോർഡുകളിൽ കാണിക്കാൻ നമുക്ക് കഴിയില്ല. അവിടെ റവന്യൂ റിയലൈസ് ചെയ്താൽ മാത്രമേ നമുക്കതിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഈ ഗുഡ്സിൻ്റെ അതായത് സെയിൽ നമുക്ക് നടക്കുമെന്ന് പറഞ്ഞൊരു കാര്യം, നമ്മൾ ആ നടന്നാൽ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. എന്നല്ലെങ്കിൽ നമുക്ക് പറയാം 2 സെയിലുണ്ട്, ക്യാഷ് സെയിലും ഉണ്ട്, ക്രെഡിറ്റ് സെയിലും ഉണ്ട്. ഈ 2 സെയിലും ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ടൈറ്റിൽ അവിടെ ട്രാൻസ്ഫർ ചെയ്യും. ക്യാഷ് സെയിൽ നമുക്കറിയുന്ന പോലെ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യും, അതേപോലെ നമുക്ക് ക്യാഷ് കിട്ടും ചെയ്യും. ക്രെഡിറ്റ് സെയിൽ എങ്ങനെയാണ്, ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യും, പക്ഷെ നമുക്ക് ക്യാഷ് അപ്പോൾ റെഡി ക്യാഷ് അപ്പോൾ കിട്ടും ഇല്ല, ഫ്യൂച്ചറിലാണ് നമുക്ക് കിട്ടുക. ക്രെഡിറ്റ് സെയിലാകുമ്പോൾ ഫ്യൂച്ചറിലാണ് കിട്ടുക. അപ്പോൾ അവിടെ എന്താ ഒരു ലീഗലായിട്ടുള്ള ഒരു ഒബ്ലിഗേഷൻ അവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ തരണം എന്ന് പറഞ്ഞ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെ എഴുതിക്കാം, ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ റെക്കോർഡ് ചെയ്യാം. അല്ലാതെ നമ്മളൊരു അസംഷൻസിൻ്റെ ബേസിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അവിടെ റവന്യൂ റിയലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. റവന്യൂ ഈസ് ഡീംഡ് ടു ബി റിയലൈസ്ഡ് ടൈറ്റിൽ ഓർ ഓണർഷിപ്പ് ഓഫ് ദി ഗുഡ്സ് ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ടു ദി പർച്ചേസർ ആൻഡ് വെൻ ഹി ഹാസ് ലീഗലി ബിക്കംസ് ലയബിൾ ടു പേ ദി എമൗണ്ട്. ഇപ്പോൾ ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ അവിടെ ഒരു ലീഗലായിട്ട് അയാൾ നമുക്ക് എമൗണ്ട് പേ ചെയ്യണം. അപ്പോൾ അവിടെ എന്താ റവന്യൂ റിയലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സന്ദർഭങ്ങളിലോ അങ്ങനെയുള്ള കേസിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും റെക്കോർഡ് ചെയ്തൊരു ട്രാൻസാക്ഷൻസ് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് അസംഷൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, റെക്കോർഡ് ചെയ്യരുത്. അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ റവന്യൂ റിയലൈസ് ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതാണ് റവന്യൂ റെക്കഗ്നൈസേഷൻ. ഓർ നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്ന തിരിച്ചറിയുക അല്ലെങ്കിൽ റിയലൈസ് ചെയ്താൽ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതങ്ങനെ അടുത്താണ് മാച്ചിങ് കോൺസെപ്റ്റ്. ഇവിടെ മാച്ചിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതോ 2 ഐറ്റംസ് തമ്മിൽ മാച്ചിങ് ആണ്, അതാണ് ഈ കോൺസെപ്റ്റിൽ പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എക്സ്പെൻസ് ഇൻക്ലൂഡ് ഇൻ അക്കൗണ്ടിങ് പീരീഡ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് റവന്യൂ ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. എന്താ പറയുന്നത്, ഒരു പീരീഡ് നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവെല്ലാണ്. ഇപ്പോൾ 1 ഇയർ അല്ലെങ്കിൽ 6 മന്ത് ആവും. അപ്പോൾ ഈ 1 ഇയറിലോ അല്ലെങ്കിൽ 6 മന്തിലോ നമ്മൾ എന്ത് ചെയ്യണം, ആ വർഷത്തെ അല്ലെങ്കിൽ ആ ഡേറ്റിൽ ആ പീരീഡിലെ എക്സ്പെൻസും റവന്യൂ മാച്ച് ആവണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എക്സ്പെൻസ് റവന്യൂ മാച്ച് ആവണം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പോൾ ഏതൊരു ബിസിനസ് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ ഇപ്പോൾ എംപ്ലോയീസിന് സാലറി കൊടുക്കുമ്പോൾ ആ എംപ്ലോയീസിൻ്റെ ആ മന്തിലുള്ള ബെനിഫിറ്റിനാണ് ആ മന്തിലുള്ള സർവീസിനാണ് നമ്മൾ എന്തെടുത്തത് ആ മാസം എംപ്ലോയീസിന് സാലറി കൊടുത്തത്. അപ്പോൾ ആ 2 ഇപ്പോൾ എക്സ്പെൻസും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആ എംപ്ലോയീസിൻ്റെ സർവീസ്, അതായത് റവന്യൂ, അത് ഉപയോഗിച്ച് നമ്മൾ അത് നമ്മുടെ സെയിൽസിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ റവന്യൂം എക്സ്പെൻസും ആ ഡേറ്റിൽ ആ പീരീഡിലെ റവന്യൂ എക്സ്പെൻസും മാച്ച് ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്. അല്ലാതെ ഈ പീരീഡിൽ കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻസ് വരാനോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ എക്സ്പെൻസ് വരാനോ നമ്മൾ ഭാവിയിൽ കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ ഇനി കൊടുത്തിട്ടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വർഷം റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ഈ വർഷത്തെ എക്സ്പെൻസും ഈ വർഷത്തെ റവന്യൂ മാത്രം മാച്ച് ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്. ഇതാണ് മാച്ചിങ് കോൺസെപ്റ്റിൽ റവന്യൂ ആ വർഷത്തെ എക്സ്പെൻസും ആ വർഷത്തെ റവന്യൂ മാച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇംപ്ലൈസ് ദാറ്റ് ആൾ റവന്യൂ ഏൺഡ് during an accounting year received during that year or not and all costs incurred whether paid during the year or not should be taken into account while ascertaining profit or loss for that year. പ്രോഫിറ്റ് റവന്യൂ മൈനസ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ആകെ കിട്ടിയ റവന്യൂ നമ്മുടെ ഇൻകം, അതിൽ നിന്ന് നമ്മുടെ എക്സ്പെൻസ് വെച്ചാണ് പ്രോഫിറ്റ്. അപ്പോൾ ഈ റവന്യൂം എക്സ്പെൻസും മാച്ച് ചെയ്യണം. അതായത് ഈ വർഷം നമുക്കുണ്ടായ എക്സ്പെൻസിനനുസരിച്ച് ഈ വർഷത്തെ അതിന് ഇതായിട്ടുള്ള റവന്യൂ നമ്മൾ ജനറേറ്റ് ചെയ്യുക. അതുകൊണ്ട് മാച്ച് ചെയ്യണം എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയറിലെ എക്സ്പെൻസ് ഈ വർഷം നമ്മൾ എഴുതാൻ വേണ്ടി സാധിക്കില്ല, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെ റവന്യൂ ഈ വർഷം നമ്മൾ എഴുതരുത്. നമ്മൾ ഈ പ്രീപെയ്ഡ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നൊക്കെ നമ്മൾ പഠിച്ചു, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ പ്രീപെയ്ഡ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നൊക്കെ നമ്മൾ എന്താണെന്ന് പറഞ്ഞു. അതായത് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കൊടുക്കുക. അപ്പോൾ അടുത്ത മാസത്തെ ഇതും കൂടി സാലറിയും കൂടി നമ്മൾ ഈ മാസം കൊടുത്തു, അല്ലെങ്കിൽ അടുത്ത വർഷത്തെ സാലറി ഈ വർഷം കൊടുത്തു വിചാരിക്കും. അത് ഈ വർഷത്തെ എക്സ്പെൻസ് ആണോ? അല്ല, അത് അടുത്ത വർഷത്തെ എക്സ്പെൻസാണ്. അപ്പോൾ അടുത്ത വർഷത്തെ എക്സ്പെൻസ് നമ്മൾ ഈ വർഷം എഴുതേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അത് എന്ത് ചെയ്യണം, ആ പ്രീപെയ്ഡ് നമ്മൾ മൈനസ് ചെയ്ത് കളയണം.
അതേപോലെ തന്നെ ഈ വർഷം കഴിഞ്ഞ വർഷം നമ്മൾ സാലറി കൊടുക്കാണ്ടായിരുന്നു, ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ കൊടുക്കാണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല. ഈ വർഷം നമ്മൾ എംപ്ലോയീസിന് സാലറി കൊടുക്കണം, പക്ഷെ നമ്മൾ ഈ വർഷം എംപ്ലോയീസിന് സാലറി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതെന്താ, അത് ഈ വർഷത്തെ എക്സ്പെൻസാണ്. അപ്പോൾ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് പറയുക. നമ്മൾ കൊടുത്തിട്ടില്ല, പക്ഷെ നമ്മൾ കൊടുക്കേണ്ടതാണ്, നമ്മൾ പക്ഷെ കൊടുത്തില്ല. അപ്പോൾ നമ്മൾ ഈ വർഷം ഇത് ആഡ് ചെയ്യണം. ഈ വർഷത്തെ എക്സ്പെൻസാണത്. ഈ വർഷത്തെ എക്സ്പെൻസും ഈ വർഷത്തെ റവന്യൂ മാത്രമേ നമ്മൾ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ അടുത്ത വർഷത്തെ എക്സ്പെൻസോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ റവന്യൂ ഒന്നും നമ്മൾ എഴുതാൻ വേണ്ടി സാധിക്കില്ല. ഈ വർഷം നടന്ന എക്സ്പെൻസും റവന്യൂ അത് രണ്ടും മാച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് മാത്രമേ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. പ്രീപെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണം. പ്രീപെയ്ഡ് ആണെങ്കിൽ നമ്മളത് മൈനസ് ചെയ്യണം, ഔട്ട്സ്റ്റാൻഡിങ് ആണ് നമ്മൾ പ്ലസ് ചെയ്യണം. ഈ വർഷം കൊടുക്കാനുള്ളതാണ് നമ്മളത് ആഡ് ചെയ്ത് കാണിക്കണം. അടുത്ത വർഷം കൊടുക്കാനുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് മൈനസ് ചെയ്തിട്ടും കാണിക്കണം. ഇനി അടുത്തത് ഇത്രയും കോൺസെപ്റ്റുകളാണ്, ഇത്രയും പ്രിൻസിപ്പിൾസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഈ ചാപ്റ്ററിൽ ആദ്യത്തെ ഒരു വീഡിയോ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ കൺഫ്യൂഷൻസിലേക്ക് പോകുന്നില്ല. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രിൻസിപ്പിൾസാണ്. മീനിങ് ഒക്കെ സിമ്പിൾ തന്നെയാണ്. നമ്മൾ ഇന്ന് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. അതേപോലെ മണി മെഷർമെൻറ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ എന്താ പറയുന്നത്, ബിസിനസ്സും ബിസിനസ്മാനും സെപ്പറേറ്റ് ആണ്. അതുകൊണ്ടാണ് ബിസിനസ്സിലേക്ക് കൊടുക്കുന്ന ക്യാപിറ്റൽ ബിസിനസ്സിനെ സംബന്ധിച്ചൊരു ലയബിലിറ്റി ആയിട്ട് മാറുന്നത്. അതിൽ മണി മെഷർമെൻറ്റ് എല്ലാം പണപരമായി അളക്കാൻ കഴിയുന്ന ട്രാൻസാക്ഷൻസ് ആക്ടിവിറ്റീസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ബിസിനസ് ലോങ് റണ്ണിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നോ നാളെ അടച്ചുപൂട്ടാൻ ല്ല, ലോങ് റണ്ണിലേക്ക് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ്മെൻറ്റുകൾ നടത്തുക. അതേപോലെ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. ഒരു അക്കൗണ്ടിങ് പീരീഡ് പറഞ്ഞ ഒരു കാലം ഇൻ്റർവെൽ ഉണ്ട്. അതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ബുക്സ് ഓഫ് അക്കൗണ്ട്, ഫൈനൽ അക്കൗണ്ട് ഒക്കെ തയ്യാറാക്കുക. അത് ഇയറിലോ 6 മന്തിലോ ആവാം. ഇയറിലോ 6 മന്ത് കൂടുമ്പോഴോ നമുക്ക് ആ പീരീഡ് സെറ്റ് ചെയ്തിട്ട് ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നതാണ്. അത് ഇയർലി ആകുമ്പോൾ 2 ഡേറ്റ് ഉണ്ട്, April 1 to March 31 അല്ലെങ്കിൽ January 1 to December 31. പിന്നെ അടുത്ത് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റവന്യൂ റെക്കഗ്നൈസേഷൻ കോൺസെപ്റ്റാണ് പഠിച്ചത്. ഗോയിങ് കൺസേൺ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് കഴിഞ്ഞിട്ട് റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റാണ് പഠിച്ചത്. അതായത് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുമ്പോൾ റിയലൈസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളത് ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ അസംഷൻസ്, അതായത് സെയിൽ നടക്കില്ല ഉപയോഗിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യരുത്. കൃത്യമായിട്ടുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടായതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ മന്ത്ലി ഇയർലി ആണ് തയ്യാറാക്കുന്നതെങ്കിൽ ആ വർഷത്തെ എക്സ്പെൻസും ആ വർഷത്തെ റവന്യൂ മാച്ച് ചെയ്യണം. അല്ലാതെ കഴിഞ്ഞ വർഷത്തെ റവന്യൂ കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻസോ നമ്മൾ ഈ വർഷം കൊണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ റെക്കോർഡ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഈ വർഷത്തെ എക്സ്പെൻസും ഈ വർഷത്തെ റവന്യൂ തമ്മിൽ മാച്ച് ചെയ്യണം. അതിൽ എന്ത് ചെയ്യരുത്, അടുത്ത വർഷത്തെ റവന്യൂവോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഇൻകമോ ഒന്നും നമ്മൾ അതിൽ ഇടകലർത്തി എഴുതരുത് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് പ്രീപെയ്ഡും ഔട്ട്സ്റ്റാൻഡിങ്ങും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതുന്നത്. അപ്പോൾ ഇത്രയും പ്രിൻസിപ്പിൾസാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇതിലൊക്കെ ഓരോ എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് പ്രീപെയ്ഡ് എന്നൊക്കെ പറയുമ്പോൾ ഓരോ എക്സാമ്പിൾസാണ്. അപ്പോൾ ഈ എക്സാമ്പിൾസും കൂടി മനസ്സിലാക്കുക. ചിലപ്പോൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾസ്, ഒരു ഇവൻറ്റ് തന്നിട്ട് ഇത് ഏത് പ്രിൻസിപ്പിൾസിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്, ഏത് പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഓരോ പ്രിൻസിപ്പിൾസും മനസ്സിലാക്കി വയ്ക്കുക, എക്സാമ്പിൾസും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത് കാണാതെ പഠിക്കരുത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വെക്കുക, എന്താണ് ആ പ്രിൻസിപ്പിൾസ്, എന്താണ് ആ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഗ്യാപ്പ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതും പല എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്യാപ്പ് എന്താണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. എന്തിനാണ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതാണ്, ഇൻ ഓർഡർ ടു ബ്രിങ് യൂണിഫോമിറ്റി ആൻഡ് പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ. പ്രിപ്പറേഷൻസിലും പ്രസൻറ്റേഷൻസിലൊക്കെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനാണ്. ഒരുപോലെ കൊണ്ടുവരാനുള്ളതിനെ നമ്മൾ എന്ത് പറയുക, നമ്മൾ ഗ്യാപ്പ് ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓണാക്കി വയ്ക്കുക.
സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.